ചോദിച്ചാൽ. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വലിയ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ വീടുമായിട്ടാണ്. മൊത്തം ചെടികളും മൃഗങ്ങളുമായിട്ട് നിൽക്കുന്ന വീടായിട്ടാണ്. ഇപ്പം അധികത്തെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് 2 3 കണ്ടൊക്കെ ഉണ്ടെന്ന് അറിയാം. ബാക്കി എല്ലാം ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഈ വീട്ടിൽ കാണാൻ ഗേറ്റ് എടുക്കട്ടെ. അപ്പം ഗൈസ് ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു സൂപ്പർ എന്ത് ചെമ്പരത്തിയാണ്. ഇതണ്ട ബെസ്റ്റാണ് ഗൈസ് ചെമ്പരത്തി മുടികൾക്കൊക്കെ. പിന്നെ നമ്മൾ കാണുന്നത് കുറേ ടയറല്ലേ? യെസ് ഗൈസ്, ടയർ, താമര ടയർ. അന്നൊരു ട്രെൻഡിങ് ആയിരുന്നു. ടയറുകളിൽ വെച്ച പൂക്കള്. ഇതേത് പോവാ? കാക്കപ്പൂ. കണ്ടേ, ഇത് നല്ല സൂപ്പർ അല്ലേ? ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് എനിക്ക് ഏതൊക്കെയോ ശരിയാണ്, എനിക്ക് വേറെ പറഞ്ഞില്ല. ഐഷാമ ഒത്തിരി. ഇത് റോസ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് പുഷ്പമേളയ്ക്ക് എപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ഏതോ ഒരു ചെടി, നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ എല്ലാം കാണാന്. ഇവിടെ എല്ലാം ഒരു കൂടാരം ചെടികളാണ്. കട്ടിൽ വൈൻ കണ്ടോ? കട്ടിൽ വൈൻ ഇങ്ങനെ പടർത്തി വിട്ടേക്കുവാണ്. അപ്പൊ നമുക്കൊരു റോസാപ്പൂ ആണ്. കേരള വന്നിടത്തായിരുന്നു ഞാൻ കാണിക്കാൻ പറഞ്ഞത്. ചാമ്പുമാര്. പിന്നെ ഇത് ഓരോരോ ചെടികളാണ്. ഇത് എന്തായിരുന്നു? ഇതെന്തുവായിരുന്നു? ഓർക്കിഡ് ഇരിക്കട്ടെ. ഈ പൂവ് വൈറ്റ് ഓർക്കിഡ് അമ്മ കൊടുത്തതാണ് ഗായ്സ്. അമ്മ വന്ന കൊടുത്തതാണ് ഇഷാമയ്ക്ക്. പൂവൊക്കെ നല്ലതായിട്ട് പൂവൊക്കെ ആവും. സൂപ്പർ മുല്ലപ്പൂവിന്റെ മണമുള്ള ചെടി. ഇത് ഒരിക്കലും മുല്ലപ്പൂ വിളിക്കത്തില്ല, കുറ്റിമുല്ലയാണ് ഈ സദ്യ പടർന്നു നടക്കുന്നത്. പൂ ഉണ്ടായിട്ട് ഇതിലേക്ക് താഴെ വീഴുന്നതാണ്. ഇതുണ്ട്, വീടിനകത്ത് തന്നെയാണ് മരക്കൊമ്പ് കയറി പോകുന്നത്. കൊന്നമരമാണ് ഇത്. പൂവുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഇത് കൊറേ ചെടികളുണ്ട്. ഇതിന്റെ പേരൊന്നും അറിയില്ല, അവിടെ ഇങ്ങനെ പറയാതെ പോകുന്നത്. പേരറിയുന്നൊരു കമന്റ് ചെയ്യണം ഓരോ ചെടിയുടെയും. അതാണ് വീടിൻ്റെ ഉടമസ്ഥ. ഇതാണ് ഇനി ഇവിടുത്തെ ഫ്രാഷൻ ഫ്രൂട്ട് കൃഷി. കണ്ടോ, ഇങ്ങനെ പടർത്തി വിട്ടേക്കുവാണ്. ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എണ്ണാൻ പറ്റത്രയും ഫ്രാഷൻ ഫ്രൂട്ടാണ്. കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്ന് ഇത് ഞാൻ തോന്നിക്കിടന്ന് അവർക്ക് കൈ നടത്താനില്ല. എന്താ കണ്ടോ, ഇത് കിണർ. ഇതാണ് കിണർ. ഇനി നമുക്ക് വേറെ താമരക്കുളം കാണാം. ഇതാണ് ചേമ്പ്. ശരിയാണ്. ഇവിടെ ഒരു താമരക്കുളം ഉണ്ട്. കണ്ടാ, ഇവിടെ ഒരു പേരമരം. ചേഞ്ച് റോസ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. ചേഞ്ച് റോസ, പേരമരം കൈസ്. പേര കണ്ട, പേര. ഇതിനിടയ്ക്ക് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പോസ് കൊടുക്കാം. കണ്ടോ ക്യാമറ. പിന്നെ ഒരു പുളിമരം. അങ്ങനെ വെറൈറ്റി ഐറ്റംസ്. ഇത് നമ്മൾ കാണാൻ പോകുന്നതാണ് പുളിമരം. മുളയുണ്ട്. ഇത് നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ 10 വർഷത്തിൽ മേലെ പഴക്കമുള്ള മീനുകളെ. ഇങ്ങനെ ഒരു മീൻ, കുറച്ച് മീനേ ഉള്ളൂ. കണ്ടോ, കുറച്ച് മീൻ, 2 മീനേ ഉള്ളൂ. പിന്നെ മൊത്തം ഗപ്പിയാ, കുഞ്ഞു കുഞ്ഞു മീനുകളാണ്.
കണ്ട ഇതിന്റെ പേരെന്താ അമ്മ എനിക്കറിയത്തില്ല കേട്ടോ. മുഷിയാന്ന് തോന്നുന്നു. മുഷി, കരിമൻ മുഷി എന്നാണ് പറയുന്നത്. കരിമുഷിയല്ല, വെള്ളമുഷി. സോറി, വെള്ളമുഷി. റംബുട്ടാൻ മരമാണ്. നിറയെ റംബുട്ടാന്റെ മുകളിൽ, പക്ഷെ പറിക്കാൻ പറ്റില്ല. റംബുട്ടാൻ എനിക്ക് കിട്ടി. ഇതാണ് മുള. ബാമ്പു ആണ് ഇത്. ബാമ്പു ഇതാണ് ബാമ്പു. നമ്മൾ സീതപ്പഴം പറിക്കാൻ പോവുകയാണേ. ഇവിടെ ഒരു സീതപ്പഴത്തിൻ്റെ മരമുണ്ട്, നമുക്കത് പറിക്കാൻ പോകാം. അതിനകത്ത് ഒരു കായ ഉണ്ടായിരുന്നു. ആ കായ പറിച്ചപ്പോൾ പക്ഷേ അത് പെട്ടെന്ന് അഴുക്കായിപ്പോയി, പഴുത്ത പകുതി അഴുക്കായിപ്പോയി. അതുകൊണ്ട് അത് കളയുക കേട്ടോ. ഇത് വേറൊരു കായും കൂടെ അതേ നിൽപ്പുണ്ട്, പറിക്കുകയാണേ. അത് ഇച്ചിരി വിളയാനുണ്ട്. നമ്മൾ പറിച്ച് വെച്ച് 2 ദിവസം കഴിയുമ്പോൾ അത് പഴുക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സീതപ്പഴം എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് തായ്ലാൻഡ് ചാമ്പയാണേ. നല്ല നല്ല പഴുത്ത് കഴിഞ്ഞ് നല്ല മധുരമാണ് ഗൈസ്, ഭയങ്കര മധുരമാണ്. പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ സൂപ്പറാണ്. ഇപ്പോൾ കായില്ല, കാ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. ഇവിടെ നിറയെ ചെടികളാണ്. മറ്റൊരു സീതപ്പഴം ഇവിടെ വേറെ ഒരെണ്ണം കൂടി നിൽപ്പുണ്ട്. അത് കുറച്ചുകൂടെ വലിയ മരമാണ്. അതിന് 2-3 കായുണ്ട്, കുറേ കായുണ്ട്. പക്ഷേ അത് മുകളിലാണ്. 2 കാ പറിച്ചു. ഇത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇനിയും പഴുപ്പിക്കാൻ വെക്കും. അത് നെല്ല് ഈ ചെടി ഇഷ്ടപ്പെട്ട കമന്റാണ്. ഈ അമ്മ ഇതേലെ കാണിച്ചു കൊടുക്കുന്നത് അത് ഒരു താമര അടുക്കളമാണ്. ഇത് 2ാമത് വാങ്ങിച്ച താമരയാണ്. അത് പോയെന്ന് വിചാരിച്ച്, പക്ഷെ അത് പോയില്ലായിരുന്നു. ഇത് കണ്ടോ? ഈ ഇല ഇഷ്ടപ്പെട്ട കമന്റ് എന്ത് ചെയ്യേ? ഈ ഇല ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ. ബ്രിഞ്ചൽ കാണുന്നത് നെല്ലിമരമാണേ, കുറച്ച് വലുതാണ്. ഇതെൻ്റെ ചേച്ചിയുടെ വീടാണേ. ഇത് സ്ഥലം പത്തനംതിട്ട കുമ്പഴയിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.